Hello guys, Silent FC മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ പ്രീമിയർ ലീഗ് മാച്ച് ഡേ 6 സൂപ്പർ സാറ്റർഡേ ആയിരുന്നു. 7ഓളം മത്സരങ്ങളാണ് ശനിയാഴ്ച നടന്നത്. അതിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം ഉണ്ടായിരുന്നു, ആഴ്സണലിന്റെ മത്സരം ഉണ്ടായിരുന്നു, ലിവർപൂൾ, ചെൽസി ഇവരുടെയൊക്കെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോക്കസ് കൊടുത്ത് കണ്ടത് ആഴ്സണൽ വേഴ്സസ് ലെസ്റ്റർ സിറ്റി മത്സരമായിരുന്നു. ആഴ്സണലിന്റെ ഹോം മാച്ച് ആയിരുന്നു. 4-2 എന്ന സ്കോറിനാണ് ജയിച്ചത്. ബാക്ക് ടു വിന്നിങ് വേസ്. കഴിഞ്ഞ ആഴ്ചയിൽ സിറ്റിയുടെ അടുത്ത് പോയി അവസാന നിമിഷം ഡ്രോ വഴങ്ങിയതിന് ശേഷം വിജയിച്ച് തിരിച്ചു വന്നൊരു മത്സരമാണ്. സോ ആ മത്സരത്തിനെ പറ്റിയാണ് ഞാൻ ഇതിനകത്ത് പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ. മത്സരത്തിൽ ആഴ്സണൽ ഒരു 4-3-3 ഫോർമേഷനിലും ലെസ്റ്റർ സിറ്റി ഒരു 4-2-3-1 ഫോർമേഷനിലാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത്. പിന്നെ മത്സരം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആഴ്സണലിന്റെ പ്യുവർ ഡോമിനേഷൻ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡേവിഡ് റായ്ക്ക് ഒരു ഗോൾ കീപ്പറായ ആഴ്സണൽ ഗോൾ കീപ്പറായ ഡേവിഡ് റായ്ക്ക് ഒരു വലിയ വർക്ക് റേറ്റ് പോലും കൊടുക്കേണ്ടി വന്നില്ല. അത്ര സേവുകളോ ഷോട്ട്സ് ഒന്നും കാര്യമായിട്ട് ഫേസ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. പക്ഷേ ഓപ്പോസിറ്റുള്ള ലെസ്റ്റർ ഗോൾ കീപ്പറിന്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. സ്കോറിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആഴ്സണൽ തന്നെയായിരുന്നു. 20ാമത്തെ മിനിറ്റിൽ ജൂലിയൻ ടിംബർ റൈറ്റ് വിങ്ങിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടഡ് ക്രോസ് മാർട്ടിനെല്ലിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. കുറേ നാളായി മാർട്ടിനെല്ലി ഒരു ഫോം പഴയൊരു ഫോം വീണ്ടെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കാണുമായിരുന്നു. ഓൾറെഡി ആള് 70-75 മിനിറ്റൊക്കെയാണ് മാക്സിമം ഓരോ മത്സരത്തിനും കളിക്കാറ്. അത് കഴിയുമ്പോൾ തന്നെ ആർട്ടേറ്റ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യാറ്. സോ ഇന്നത്തെ മത്സരത്തിൽ ആദ്യത്തെ സ്കോറിംഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ മാർട്ടിനെല്ലി ആയിരുന്നു. ലെഫ്റ്റ് വിങ്ങായ മാർട്ടിനെല്ലി 20ാമത്തെ മിനിറ്റിലാണ് ആഴ്സണലിന്റെ സ്കോർ ലൈൻ ചലിപ്പിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് കഴിയാറായപ്പോൾ 46ാമത്തെ മിനിറ്റിൽ മീൻസ് ആഡ് ഓൺ ടൈമിലായിരുന്നു രണ്ടാമത്തെ ഗോള്. അത് നേടിയത് ലിയനാർഡോ ട്രൊസാർഡാണ്. അതിന് അസിസ്റ്റ് വെച്ചത് മാർട്ടിനെല്ലി ആയിരുന്നു. ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ് അസിസ്റ്റ് വെച്ചത്. അത് റൈറ്റ് വിങ്ങിൽ നിന്നുള്ളൊരു ക്രോസ് ആയിരുന്നു. അത് ബോക്സിനകത്ത് വെച്ച് ട്രൊസാർഡ് വളരെ ഗംഭീരമായിട്ട് ഫിനിഷ് ചെയ്തിരുന്നു. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ 2-0 എന്നുള്ള വളരെ ഡോമിനന്റ് പൊസിഷനിലായിരുന്നു ആഴ്സണൽ. അത് ഗോൾ സ്കോറിംഗ് കൊണ്ട് മാത്രമല്ല, അവരുടെ ഫുൾ ഗെയിം പ്ലേ എങ്ങനെയായിരുന്നു. ലെസ്റ്റർ സിറ്റിക്ക് അങ്ങനെ ഒരു കളി മെനയാൻ പോയിട്ട് പന്ത് തൊടാനുള്ള അവസരം പോലും വളരെ കുറവായിരുന്നു. ഫുൾ ആഴ്സണലിന്റെ അറ്റാക്കിംഗ് ഡോമിനേഷൻ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഈ ആഴ്സണലിന്റെ പ്യുവർ ഡോമിനേഷൻ അടുത്ത 45 മിനിറ്റും കാണേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് അതുവരെ കളിയിൽ വലിയ റോളൊന്നും ഉണ്ടാവാതിരുന്ന ലെസ്റ്റർ സിറ്റി ആഴ്സണലിനെ ശരിക്കും അവരുടെ ഹോമിൽ ഞെട്ടിച്ചു കളഞ്ഞു തന്നെ പറയേണ്ടി വരും. 63 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2-2 എന്നുള്ള സ്കോർ ലൈനിലാണ് മത്സരം എത്തി നിന്നിരുന്നത്. 47ാമത്തെ മിനിറ്റിൽ തന്നെ, സെക്കൻഡ് ഹാഫ് തുടങ്ങി 47ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ലെസ്റ്റർ സിറ്റി സ്കോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 63ാമത്തെ മിനിറ്റിലും ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തുന്നത്. രണ്ടും നേടുന്നത് ഡിഫൻഡറായ ജെയിംസ് ജസ്റ്റിൻ എന്ന് പറയുന്ന പ്ലെയർ തന്നെയാണ്. അതിൽ ആദ്യത്തെ ഒരു സെറ്റ് പീസിന് ഹെഡർ വെച്ച് ഹാവേർട്സിന്റെ മേത്ത് തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ടാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. 63ാമത്തെ മിനിറ്റിലാണെങ്കിൽ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ വോളി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു ക്രോസ്, ഒരു ലോഫ്റ്റഡ് ക്രോസ്, നല്ല ആഴ്സണൽ ഡിഫൻഡേഴ്സിന്റെ ബാക്കിൽ കൂടെ ഓടി വന്നൊരു ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ടൈം വോളി സ്കോർ ചെയ്താണ് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തുന്നത് ജെയിംസ് ജസ്റ്റിൻ. അതിനുശേഷം ആഴ്സണൽ വളരെ ഫുൾ ഓൺ അപകടം മനസ്സിലാക്കി 2-2 ശേഷം വളരെ ഫുൾ അറ്റാക്കിംഗ് മോഡിലേക്ക് എത്തി. പക്ഷേ ഗോള് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ലെസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പറായ ഹെർമാൻസൺ വളരെ നല്ല പെർഫോമൻസ് തന്നെ ആ ഒരു ടൈം ഫ്രെയിമിൽ പുള്ളി കാഴ്ചവെച്ചായിരുന്നു. അങ്ങനെ മത്സരം 90 മിനിറ്റ് എത്താറായി. പക്ഷെ അതിനിടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ ആഴ്സണൽ ചെന്ന് ഹാഫ് ടൈമിൽ 10 പ്ലേയേഴ്സായി ചുരുങ്ങിയ സമയത്ത് ഡാർക്ക് ആർട്സ്, അതായത് സമയം വേസ്റ്റ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേരിൽ ആഴ്സണൽ വളരെയധികം ക്രിട്ടിക്സിന്റെ കയ്യിൽ നിന്ന് വിമർശനങ്ങൾ കേട്ടായിരുന്നു. സോ ആ ഒരു ടെക്നിക്ക് ഇപ്പോൾ ലെസ്റ്റർ സിറ്റി ആഴ്സണലിന്റെ അടുത്ത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ലെസ്റ്റർ സിറ്റി ഇതുവരെ പ്രീമിയർ ലീഗിൽ ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല ഈ സീസണിൽ. ആഴ്സണലാവട്ടെ ടൈറ്റിൽ ചലഞ്ചേഴ്സ് എന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടീമാണ്. സോ അവരുടെ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്ന് ഒരു പോയിന്റും കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ലെസ്റ്റർ സിറ്റിക്ക് അത് ചെറിയൊരു ബൂസ്റ്റ് അല്ല, ചെറിയൊരു നേട്ടമല്ല അത്. സോ അവരുടേതായ രീതിയിൽ ടൈം വേസ്റ്റിങ്ങിനൊക്കെ ശ്രമിച്ചു. പക്ഷേ ആ ഒരു ടെൻഷൻ 94ാമത്തെ മിനിറ്റ് വരെയാണ് അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. മത്സരം 90 മിനിറ്റിന് 7 മിനിറ്റാണ് എക്സ്ട്രാ ആഡഡ് ഓൺ ടൈം വെച്ചിരുന്നത്. 94ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിട്ടുകയാണ് ആഴ്സണലിന്. സാക്കിയാണ് ആ കോർണർ എടുത്തത്. സെക്കൻഡ് പോസ്റ്റും കഴിഞ്ഞ് ബാക്കിലോട്ട് ഇറങ്ങി നിന്നിരുന്ന ലിയനാർഡോ ട്രൊസാർഡിലേക്കാണ് ആ പന്ത് എത്തിയത്. അദ്ദേഹം ആ ഗ്രൂപ്പ് മിക്സ് ഓഫ് പ്ലേയേഴ്സിന്റെ ഇടയിലേക്ക് ആ പന്ത് അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. സോ അതിൽ ലെസ്റ്റർ സിറ്റിയുടെ ഡിഫൻഡറായ എങ്കിഡിയുടെ കാലിൽ തട്ടി ആ പന്ത് പോസ്റ്റിനകത്ത് കയറാണ്. സോ ഒരു ഓൺ ഗോളാണ്. അങ്ങനെ 94ാമത്തെ മിനിറ്റിൽ
ആഴ്സണൽ അവരുടെ വിന്നിങ് ഗോള് കണ്ടെത്തുന്നത്. ഈ ആഴ്സണൽ സെറ്റ് പീസ് പ്രണയബന്ധം ഇങ്ങനെ മൂന്നാമത്തെ ആഴ്ചയും സക്സസ്ഫുള്ളായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാണ്. കഴിഞ്ഞ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ അതിപ്പം കഴിഞ്ഞ ആഴ്ച സിറ്റിയുടെ അടുത്ത്, അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന മത്സരത്തിലെല്ലാം സെറ്റ് പീസ് വഴി ആഴ്സണലിന് പോയിന്റ് കണ്ടെത്താൻ കഴിയുന്നുണ്ട്, എസ്പെഷ്യലി കോർണേഴ്സ് വഴി. സോ അങ്ങനെ 94ാമത്തെ മിനിറ്റ് കഴിഞ്ഞ ശേഷം കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യാൻ ലെസ്റ്റർ സിറ്റി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആഴ്സണൽ അത് കറക്റ്റായിട്ട് തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. പിന്നെ 99ാമത്തെ മിനിറ്റിലാണ് ആഴ്സണലിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക കംഫർട്ടബിൾ ഇതിലേക്ക് എത്താൻ കഴിഞ്ഞ, കംഫർട്ടബിൾ സ്റ്റേറ്റിലേക്ക് എത്താൻ കഴിയുന്ന. അത് നേരത്തെ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞ ജെയിംസ് ജസ്റ്റിൻ തന്നെയാണ് ഇവിടെ ഈ ഗോളിന് വഴിയൊരുക്കിയത്. ആഴ്സണലിന്റെ ഗോളിനാണ് വഴിയൊരുക്കിയത്. അദ്ദേഹം ക്ലിയർ ചെയ്യാൻ നോക്കിയ പന്ത് കായ് ഹാവേർട്സിന്റെ മേത്ത് തട്ടി പോസ്റ്റിലേക്ക് കയറുകയാണ്. അങ്ങനെ 99ാമത്തെ മിനിറ്റിൽ ആഴ്സണൽ 4-2 എന്നുള്ള സ്കോർ ലൈനിലേക്ക് എത്തുകയാണ്. സോ ഇപ്പോൾ കളി കാണാതെ സ്കോർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ വിജയമായിരുന്നു ആഴ്സണൽ എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ ഒരു 63 മിനിറ്റ് തുടങ്ങി 94 മിനിറ്റ് വരെ ലെസ്റ്റർ സിറ്റി എംബ്രേസ് സ്റ്റേഡിയത്തിൽ ബിൽഡ് ചെയ്തെടുത്ത ആ ഒരു ടെൻഷൻ അത് വളരെ നല്ലൊരു ആ ഒരു മാച്ചിനെ വളരെ മെമ്മറബിൾ ആക്കുന്നുണ്ട്. അങ്ങനെ ആഴ്സണൽ അവരുടെ പ്രീമിയർ ലീഗിൽ അൺബീറ്റൺ റൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നു. സോ അൺബീറ്റൺ റൺ എന്ന് പറയുമ്പോൾ മറ്റൊരു ടീമിൻ്റെ കാര്യം പറയണം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിലേക്ക് ചെന്നായിരുന്നു, സെന്റ് ജെയിംസ് പാർക്കിലേക്ക്. മത്സരം 1-1 ഡ്രോയിലാണ് അവസാനിച്ചത്. സോ കണ്ടിന്യൂസ് ഡ്രോസ് ആണ് പെപ് ഗാർഡിയോള ടീമിന്. മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് 35ാമത്തെ മിനിറ്റിൽ സിറ്റിയാണ്, ഗാർഡിയോള വഴി സ്കോർ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 58ാമത്തെ മിനിറ്റിൽ ന്യൂകാസിൽ പ്ലെയറായ ഗോർഡനെ കീപ്പറായ എഡേഴ്സൺ ബോക്സിൽ ഫൗൾ ചെയ്യുന്നുണ്ട്. ഗോർഡൻ തന്നെയാണ് പെനാൽറ്റി എടുത്തത്. അദ്ദേഹം സ്കോർ ചെയ്യുകയും അങ്ങനെ ഈക്വലൈസ് ചെയ്യുന്നുണ്ട് സ്കോർ 58ാമത്തെ മിനിറ്റിൽ തന്നെ. അതിനുശേഷം രണ്ട് ടീമുകൾക്കും അവസരങ്ങളുണ്ടായിരുന്നു മത്സരം വിജയിക്കാനായിട്ട്. പക്ഷേ അറ്റ് ദി എൻഡ് 1-1 അവസാനിച്ചു. മറ്റൊരു തകർപ്പൻ മത്സരം നടന്നത് ചെൽസി വേഴ്സസ് ബ്രൈറ്റൺ മത്സരമായിരുന്നു. ചെൽസിയുടെ ഹോം മാച്ച് ആയിരുന്നു. 4-2 അടിപൊളി വിജയമാണ് ചെൽസി നേടിയത്. അതിൽ എടുത്തു പറയേണ്ടത് കോൾ പാമറിന്റെ വിളയാട്ടമായിരുന്നു. 4 ഗോളുകളും അദ്ദേഹം തന്നെയാണ് നേടിയത്. അത് 4 ഗോളും നേടിയത് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ പ്രീമിയർ ലീഗിൽ പുതിയൊരു റെക്കോർഡ് ഇട്ടേക്കാണ് കോൾ പാമർ. പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഒരു മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോൾ നേടുന്ന ആദ്യത്തെ പ്ലെയർ ആണ് കോൾ പാമർ. അതിന് മറ്റൊരു ചെൽസി റെക്കോർഡും കൂടിയുണ്ട്. ചെൽസിക്ക് വേണ്ടി 2 മത്സരങ്ങളിൽ 4 ഗോൾ നേടുന്ന രണ്ടാമത്തെ പ്ലെയർ ആണ് കോൾ പാമർ. ആദ്യത്തെ പ്ലെയർ ഫ്രാങ്ക് ലാംബേർട്ട് ആണ്. സോ അങ്ങനെ ആ ഒരു റെക്കോർഡിന് ഉടമയാണ് ഇപ്പോൾ കോൾ പാമർ. എല്ലാ മത്സരങ്ങളും 4-2 എന്ന് പറയുമ്പോൾ 6 ഗോളുകൾ ഉണ്ടായിരുന്നു. 6 ഗോളുകൾ നേടിയത് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് 6 ഗോളുകൾ സംഭവിച്ചത്. സോ 4-2 ഒരു സൂപ്പർ വിജയം ചെൽസിക്ക് കിട്ടി. അതേപോലെ പറയേണ്ട ലിവർപൂളിന്റെ ഒരു എവേ മാച്ച് ഉണ്ടായിരുന്നു വൂൾസിനെതിരെ. 2-1 വിജയം ലിവർപൂളിനും കിട്ടിയിട്ടുണ്ട്. സോ ഈ സാറ്റർഡേ മാച്ചസിന് ശേഷം പ്രീമിയർ ലീഗ് പോയിന്റ്സ് ടേബിളിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മാൻ സിറ്റിയെ തള്ളി ലിവർപൂളാണ് 15 പോയിന്റുമായിട്ട് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. തൊട്ട് താഴെ സിറ്റിയും ആഴ്സണലും ഉണ്ട്. രണ്ടുപേർക്കും സെയിം പോയിന്റ്സ് തന്നെയാണ്. പക്ഷേ ഗോൾ ഡിഫറൻസിന്റെ വേരിയേഷനിൽ ഒരു ഗോൾ ഡിഫറൻസിന്റെ ലീഡിൽ ഇപ്പോൾ മാൻ സിറ്റിയാണ് സെക്കൻഡ് നിൽക്കുന്നത്. ചെൽസി 13 പോയിന്റുമായിട്ട് 4ാമത് നിൽക്കുന്നുണ്ട്. 5ാമതായിട്ട് ആസ്റ്റൺ വില്ലയാണ് നിൽക്കുന്നത് 12 പോയിന്റായിട്ട്. പക്ഷെ അവർ 5 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അവരുടെ മത്സരം വരുന്നേ ഉള്ളൂ. സോ ആ റിസൾട്ട് ബേസ് ചെയ്തിട്ട് പോയിന്റ്സ് ടേബിളിൽ ഇനിയും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഈ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന്റെ ഏർലി സ്റ്റേജസിൽ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പ്രീമിയർ ലീഗ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.